ഹായ് ഹലോ. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് ഒരു കിടിലൻ മീൻ കറിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് ഞാനിതാ ഒരു ചട്ടി വെച്ച് കൊടുത്ത് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ആ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടായി വന്ന സമയത്ത് അതിലേക്ക് ഒരൽപ്പം കടുവും ഉലുവയും ഇട്ട് ഒന്ന് പൊട്ടിച്ചെടുക്കുന്നുണ്ട്. ഞാനിവിടെ മീൻ കറി വെക്കുമ്പോൾ കടുക് ഇട്ടിട്ടാണ് കേട്ടോ വെക്കാറ്. ചിലരൊന്നും അത് കടുക് ഉപയോഗിക്കാറില്ല. വേണ്ടാത്തവർ അത് സ്കിപ്പ് ചെയ്യാം. ഉലുവ മാത്രം ചേർത്ത് കൊടുത്താലും മതി. ഇനി അതൊന്ന് പൊട്ടി വരുന്ന സമയത്ത് അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചേർത്ത് കൊടുക്കണം. ചെറുതായിട്ട് പൊടി പൊടിയായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുള്ള ഇഞ്ചിയും അതുപോലെ തന്നെ ചെറുതായിട്ട് ഒന്ന് പൊളിച്ചെടുത്തിട്ടുള്ള വെളുത്തുള്ളി ആണ് ചേർത്ത് കൊടുക്കുന്നത്. ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇനി നമുക്കിതിലേക്ക് ചെറിയ ഉള്ളി ചെറുതായിട്ട് കട്ട് ചെയ്തത് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഇപ്പോൾ നമ്മുടെ ഉള്ളിയൊക്കെ നന്നായിട്ടൊന്ന് വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കാശ്മീരി മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കൊടുക്കണം. അപ്പോൾ ഞാൻ 2 ടീസ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി കിട്ടുന്നത് വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 2 തക്കാളി ഞാൻ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്, അതൊന്ന് ചേർത്ത് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി ആ എണ്ണ ഒന്ന് തെളിഞ്ഞ് വരുന്നത് വരെ ഒന്ന് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. അപ്പോൾ ഈ തക്കാളിയിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നുണ്ട്. കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ വെള്ളമൊക്കെ വറ്റി എണ്ണയൊക്കെ ഒന്ന് തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുളിവെള്ളം ഒഴിച്ചു കൊടുക്കണം. അപ്പോൾ ഇതിൻ്റെ കൂടെ കുറച്ച് വെള്ളവും കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. എന്നിട്ടതൊന്ന് അടച്ച് വെച്ച് കൊടുക്കാം. ഒരു തിള വന്നതിന് ശേഷം നമുക്ക് ഇതിലേക്ക് മീൻ ചേർത്ത് കൊടുക്കണം. അപ്പോൾ അത് നന്നായിട്ടൊന്ന് തിളച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള മീൻ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊന്ന് അടച്ച് വെച്ച് വേവിച്ചെടുക്കാം. ഇപ്പോൾ നമ്മുടെ മീനൊക്കെ ഒന്ന് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ.
ഇതിൻ്റെ മുകളിൽ കുറച്ച് കറിവേപ്പില കൂടി ഇട്ട് കൊടുത്ത് ഫ്ലെയിം ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്ത് ഒരു 10 മിനിറ്റ് ഒന്ന് അടച്ച് വെക്കുന്നുണ്ട്. അപ്പോൾ അതൊരു 10 മിനിറ്റിന് ശേഷം നമ്മുടെ മീൻകറി ഇതുപോലെ ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കുക. നല്ല എരിവും പുളിയൊക്കെ ആയിട്ടുള്ള നല്ലൊരു മീൻ കറിയാണ്. ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ അറിയിക്കണം കേട്ടോ. അപ്പോൾ നമ്മുടെ ചാനൽ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. വീഡിയോയെ കുറിച്ചിട്ടുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനും മറക്കരുത്.